ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഹരിത വിപ്ലവമാണ്. PSCയുടെ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും സ്ഥിരം ചോദ്യമാണ് ഈ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ധവള വിപ്ലവം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മിസ്സാക്കാതിരിക്കുക. കണക്ഷൻസ് ഒക്കെ പറഞ്ഞ് കൂടുതലൂടെയുള്ള ക്ലാസ് ആണ്. മുഴുവനായും കാണാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഹരിത വിപ്ലവം. ഓക്കെ, 1940-70 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുവാനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പാക്കിയ കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഹരിത വിപ്ലവം എന്നാണ്. ഓക്കെ, നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മുന്നേറ്റത്തിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെ, കാർഷിക മുന്നേറ്റം. കാർഷിക മേഖലയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഹരിത വിപ്ലവം എന്ന ഒരു സൊല്യൂഷൻ മുന്നോട്ട് വച്ചത്. ഓക്കെ, ആരാണ്? നോർമൻ ബോർലോഗ് എന്ന വ്യക്തിയാണ് ഇതിന്റെ പിതാവ്. അപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? നമ്മുടെ കാർഷിക മുന്നേറ്റമായിരുന്നു ലക്ഷ്യം. കാർഷികപരമായിട്ട് കൃഷിയൊക്കെ ഒന്ന് പരിപോഷിച്ച് വരിക, പിന്നെ ദാരിദ്ര്യം കുറയ്ക്കുക, ഇതൊക്കെയായിരുന്നു അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞത് എന്താണ്? 1940-70 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പാക്കിയിട്ടുള്ള കാർഷിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഹരിത വിപ്ലവം എന്നാണ്. ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ്. ഇതൊക്കെ ചോദിച്ച ചോദ്യമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്താണ്? മെക്സിക്കോ ആണെന്ന് പറഞ്ഞല്ലേ, മെക്സിക്കോ. രണ്ടാമത്തേത് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ആ ഒരു പേര് സ്ഥിരം ചോദിക്കുന്നതാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ ഞാൻ ഇതിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഹരിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് എടുത്തത് കേട്ടോ. ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടി. ഈ ഹരിതയുടെ പിതാവ് എന്ന് പറഞ്ഞത് ഒരു നോർമൽ മനുഷ്യനാണ്, സാധാരണ പോലെയുള്ള ഒരു നോർമൽ മനുഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പദമാണ് അല്ലെ, അതൊരു വാക്കാണ്. ആ പദം ആദ്യമായിട്ട് പറഞ്ഞത് ഗൈഡിൽ നോക്കിയിട്ടാണെന്ന് വിചാരിക്കുക, ഗൈഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ് അല്ലെ. ഹരിതയുടെ ഭവനം ഫിലിമിനൊക്കെ ഷൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഭവനാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 പേരും കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഹരിതയുടെ പിതാവ് ഒരു നോർമൽ പേഴ്സൺ ആണ് അല്ലെ, നോർമൽ പേഴ്സൺ, നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഹരിത വിപ്ലവം എന്ന പദമാണ് അല്ലെ, പദം മാറിപ്പോകരുത്. പദം കണ്ടുപിടിച്ചത് ആരാണ്? ആദ്യമായി ഉപയോഗിച്ചത്. പദം നമ്മൾ എവിടുന്നാ കിട്ടുക? ഡിക്ഷണറി എന്നാണ് കിട്ടുക. ഡിക്ഷണറി, ഗൈഡ് എന്നൊക്കെ ഒന്ന് പറയാം അല്ലെ. അപ്പൊ ഗൈഡ് എന്നാണ് പദം കിട്ടിയത് എന്നുള്ള രീതിയിൽ വില്യം ഗൗഡ്. ഓക്കെ, ഒരു വലിയൊരു ഗൈഡ് എന്നാണ് പദം കിട്ടിയതെന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം, ഹരിതയുടെ ഭവനത്തിലൊക്കെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു 3 പേര് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിച്ച രാജ്യം മെക്സിക്കോയും കിട്ടും. അല്ലെങ്കിൽ മെക്സിക്കോ ആണോ ഫിലിപ്പൈൻസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഫിലിപ്പൈൻസ് എന്തിനാണ് ആൻസർ വരുന്നത്? ഫിലിം ഷൂട്ട് ചെയ്യുന്നത് ഭവനത്തിൽ നിന്നാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനമാണ് ഫിലിപ്പൈൻസ്. എന്നാൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. അപ്പോൾ ചില ബുക്കുകളിൽ ഗോതമ്പും നെല്ലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഗോതമ്പാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഗോതമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉൽപാദനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാറാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ബോർലോഗ് അവാർഡ് നൽകുന്നത് നമ്മൾ എന്താണ്? നോർമൻ ബോർലോഗ് പറഞ്ഞല്ലേ, പിതാവ് പറഞ്ഞു. അപ്പൊ എന്താണ്? സ്വാഭാവികമായിട്ടും കാർഷിക രംഗത്തായിരിക്കും. ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക രംഗം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞനാണ് നമ്മുടെ നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്, 1970. ഓക്കെ, അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്, 1970. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ? ഇത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ആണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കൂഡ്ലു ആണ്. കാസർഗോഡ് ജില്ലയിലാണ് കൂഡ്ലു എന്ന് പറയുന്ന സ്ഥലമുള്ളത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ
കേന്ദ്രം. ഈ തോട്ടത്തിലൊക്കെ ഒരുപാട് കൂടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. തോട്ടത്തിലൊക്കെ കൂടൊക്കെ ഉണ്ടാവും. കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മളിപ്പോ എന്താ തെങ്ങും തോപ്പൊക്കെ ആണെങ്കിൽ കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലേ. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു കൂടൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. തോട്ടത്തിൽ ഒരുപാട് കൂടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. കേന്ദ്ര തോട്ടവിളാണ്, കേരള അല്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൂടലു. കൂടൊക്കെ ഉണ്ട് അല്ലെ, തോട്ടത്തിൽ കൂടൊക്കെ ഉണ്ട്. കൂടലു എവിടെയാണ്? കാസർഗോഡ്, ഏറ്റവും വടക്കേ അറ്റത്ത്. ഇനിയിപ്പോ നെക്സ്റ്റ് തെക്കേ അറ്റത്തേക്കാണ് വരുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മണ്ണെന്ന് എടുക്കുന്നതാണ് അല്ലെ. മണ്ണെന്ന് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ അടിയിലുള്ളത്. അടിയിൽ എന്താണ്? തിരുവനന്തപുരം ആണല്ലോ നമ്മൾ ജില്ലകൾ നോക്കുമ്പോൾ. അപ്പോൾ തിരുവനന്തപുരത്താണ് വിളയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയിട്ടുള്ള കാർഷിക വിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ബോർലോഗ് അവാർഡ് കാർഷിക രംഗത്താണ് കൊടുക്കുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് ആണ്. നെക്സ്റ്റ് എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, തോട്ടത്തിൽ ഒരു കൂടൊക്കെ ഉണ്ട്, കൂടലു, കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റിലേക്ക് പോവാം. കാർഷിക ഇന്ത്യ. ഓക്കെ, കാർഷിക ഇന്ത്യ. കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കിയത് 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കിയത് 1998. അപ്പൊ ഈ കിസാനൊക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്ത കിസാൻ എന്തെങ്കിലും അറിയോ? ഇല്ലല്ലോ. അപ്പൊ എട്ടിന്റെ പണി കിട്ടുന്നില്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. കിസാന് ക്രെഡിറ്റ് കാർഡ്, ഒരു കർഷകന് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര വലിയ രീതിയിലൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കിയത് 1998. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഈ ചോദിച്ചതാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് 1929 നിലവിൽ വന്നത്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ, ICAR എന്നാണ് ഷോർട്ട് ഫോം കേട്ടോ. അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് രൂപീകരിച്ച വർഷമാണ് 1929. ഓക്കെ, കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും. ഇതൊരു ഡയലോഗാണ്. ആരാ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാക്യാണ്. ഓക്കെ, കൃഷി പരാജയപ്പെട്ടാൽ നമ്മുടെ സർക്കാരും രാജ്യവും പരാജയപ്പെടും. കൃഷിയാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. ഇത് ചോദിക്കുന്നതാണ് കേട്ടോ. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും. അപ്പൊ ഇതിന് രണ്ട് പരാജയമുണ്ട് അല്ലെ, പരാജയം രണ്ട് പരാജയമുണ്ട്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും, രണ്ട് പരാജയമുണ്ട്. അപ്പൊ നമുക്ക് പരാജയമായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ കണക്ട് ചെയ്യാം. അപ്പൊ പരാജയം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ജവഹർലാൽ നെഹ്റുവിനിൽ ലാലാണ് എടുത്തത്, നമ്മുടെ സിനിമാ നടൻ മോഹൻലാൽ. അപ്പൊ ഈ മോഹൻലാലൊക്കെ ഒരുപാട് പരാജയപ്പെട്ടിട്ടാണ് പിന്നെ വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. പരാജയം, രണ്ടോട്ടം പരാജയപ്പെട്ടിട്ടാണ് നമ്മുടെ ലാല് സിനിമയിലേക്ക് എത്തിയത്, അല്ല സിനിമയിൽ രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും, രണ്ടോട്ടം പരാജയപ്പെട്ടിട്ടാണ് നമ്മുടെ ലാല് ഇപ്പോ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സെന്റൻസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്കൊരു കൾച്ചറെ അറിയൂ. ഓക്കെ, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. അപ്പൊ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് എടുത്തത് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ. അപ്പൊ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഒന്ന് എടുത്തൂടെ? ഈ കൾച്ചറൽ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോ ഓരോ ആൾക്കാർ പറയില്ല എനിക്ക് പാട്ടേ അറിയൂ, ഞാൻ പാട്ട് മാത്രമേ പാടൂ എന്നൊക്കെ പറയാറില്ല. അപ്പൊ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. കൾച്ചർ എന്താണ്? പാട്ട് പാടുന്ന കൾച്ചർ ആണോ എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വെക്കുക. പാട്ട് പട്ടേല്. ഓക്കെ, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, എന്താണ്? പാട്ട് പാടാൻ മാത്രമേ അറിയൂ അല്ലെ, പാട്ട് പട്ടേല്, അത് അഗ്രികൾച്ചർ ആണ്. ആരാണ് പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ്, ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഡാർലിംഗ് അല്ലെ, ML ഡാർലിംഗ്. എന്താണ്? ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു,
കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു. അങ്ങനെ ചെയ്ത ഒരാളാണ് എൻ്റെ ഡാർലിംഗ് എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഡാർലിംഗ് എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ML ഡാർലിംഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡാർലിംഗ്. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു. അങ്ങനെ ഒരാളാണ് എൻ്റെ ഡാർലിംഗ് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. ML ഡാർലിംഗ്. ML ഡാർലിംഗ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കാർഷികം ഇന്ത്യയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാനൊക്കെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. കിസാൻ 8ന്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR 1929. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു പേരല്ലേ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അല്ലെ. അപ്പൊ ഒരു വലിയൊരു സംഭവമാണ്. 9 ആയിട്ട് എടുക്കട്ടെ, വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ 9 ആയിട്ട് എടുക്കുക. 1929. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും. അപ്പൊ 2 പരാജയം വാങ്ങിയിട്ടുള്ള ആളാണ് നമ്മുടെ മോഹൻലാൽ. അതിനുശേഷമാണ് വിജയം കിട്ടിയത് എന്നുള്ള രീതിയിൽ ജവഹർലാൽ നെഹ്റുവായിട്ട് കണക്ട് ചെയ്യുക. എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. കൾച്ചർ അല്ലെ. കൾച്ചർ എന്ന് പറയുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാമിൽ പാട്ടൊക്കെ പാടും, പാട്ട് മാത്രമേ അറിയൂ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ML ഡാർലിംഗ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ആഗോളതലത്തിലാണ് പറഞ്ഞത് 1940-70. ഇതിപ്പോ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967 മുതൽ 68 ആ ഒരു സമയത്താണ് ആരംഭിച്ചത്. 67-68 കാലഘട്ടത്തില്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. നേരത്തെ എന്താണ് പറഞ്ഞത്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിതയുടെ പിതാവ് നോർമൽ മാൻ ആണെന്ന് പറഞ്ഞു. അത് ലോകത്തിലാണ് പറയുന്നത്. അത് ലോകത്തിലെ എന്ന് പറയില്ല ക്വസ്റ്റ്യനില്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം സിമ്പിൾ ആയിട്ട് ചോദിക്കൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലേന്ന് പ്രത്യേകമായിട്ട് ഇന്ത്യയിലേന്ന് എടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലെ കാര്യമാണ് എഴുതേണ്ടത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ MS സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നതാണ് MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രിയാണ് സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യമാണ്. അപ്പൊ രണ്ടുപേരും, ഇന്ത്യയിലെ രണ്ടാൾക്കാരെ പിതാവിന്റെ പേരായാലും കേന്ദ്ര കൃഷി മന്ത്രിയുടെ പേരായാലും രണ്ടും സായിലാണ് ആരംഭിക്കുന്നത്. സ്വാമിനാഥനും സുബ്രഹ്മണ്യനും രണ്ടും ദൈവങ്ങളെ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ സ്വാമിയും സുബ്രഹ്മണ്യനും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാം കേട്ടോ. സ്വാമി സുബ്രഹ്മണ്യം. ഓക്കെ, നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി എന്നൊക്കെ കേൾക്കാറില്ലേ, അമ്പലങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ മെയിൻ ആൾക്കാര്. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് സ്വാമിനാഥനും ആ സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യവും. നെക്സ്റ്റ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലാണ്. ഈ സ്വാമിമാരുടെ കൂടെ ഈ എന്താ പറയാ, ഈ ചിലപ്പോൾ നായ്ക്കളൊക്കെ കാണാറില്ലേ, ചില സ്വാമിമാരൊക്കെ കൂടെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെന്നായ എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ. നെക്സ്റ്റ്, അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് എന്തൊക്കെ? കല്യാൺ സോന, സോണാലിക. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് 2 പേര്. ഇത് ചോദിച്ചതാണ്. കല്യാൺ സോന, സോണാലിക. ഇതിൽ ഏത് ഒരു പേര് തന്നിട്ട് മറ്റേ ഇത് എന്താണെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, കല്യാൺ സോന, സോണാലിക. ആ സോണ ഒരു 2 കണക്ഷൻ ഒരുപോലെ വരുന്നുണ്ട് അല്ലെ. സോണാലിക, കല്യാൺ സോണാലിക. അതിന് 2 വട്ടം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഗോതമ്പിനാണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. ഗോതമ്പിനാണ് കല്യാൺ സോനയും സോണാലികയും. നെക്സ്റ്റ്, MS സ്വാമിനാഥന്റെ കുറച്ച് ബുക്കുകൾ പറയുന്നുണ്ട്. An Evergreen Revolution, Wheat Revolution, The Quest for a World Without Hunger. അപ്പൊ ഇതൊന്ന് കേട്ട് പോയാൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബുക്സ് ആണ്. ആരുടെ ബുക്കാണ്? MS സ്വാമിനാഥൻ രചിച്ച പ്രധാന ബുക്കുകളാണ്. എന്താണ്? An Evergreen Revolution, Wheat Revolution. വീറ്റ്, ഗോതമ്പ് അല്ലെ. നമ്മളിപ്പോ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഗോതമ്പ് വിപ്ലവം എന്നും പറയാറുണ്ട്.
അപ്പോൾ ഗോതമ്പ് വിപ്ലവം, വീറ്റ് റവല്യൂഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. എവർഗ്രീൻ അല്ലെ, എവർഗ്രീൻ റവല്യൂഷൻ ആൻഡ് എവർഗ്രീൻ റവല്യൂഷൻ, വീറ്റ് റവല്യൂഷൻ. ഈ എന്തിനാണ് ഈ ഹരിത വിപ്ലവം ചെയ്തത്? നമ്മുടെ വിശപ്പ് അല്ലെ, ദാരിദ്ര്യമൊക്കെ കുറക്കാൻ, വിശപ്പ് കുറക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, വേൾഡ് വിത്തൗട്ട് ഹങ്കർ ആ ഒരു ബുക്കും കൂടി. ഈ 3 ബുക്കുമാണ് മെയിനായിട്ട് MS സ്വാമിനാഥന്റെ നമ്മൾ പഠിക്കേണ്ട ബുക്കുകൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി പറയാം. ഹരിത വിപ്ലവമാണ് അതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ലോകത്തിലെ കരിയാണ്. ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് അല്ലെ, പിതാവ് നോർമൽ ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞു. പദം ആദ്യമായി ഉപയോഗിച്ചത്, പദമൊക്കെ വലിയൊരു ഗൈഡ് എന്നാണ് അല്ലെ, വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം, ഹരിതയുടെ ഭവനത്തിന്റെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് പറഞ്ഞു ഫിലിപ്പൈൻസ്. പിന്നെന്താണ് മെയിൻ ആയിട്ടുള്ളത്? ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയത് ഗോതമ്പാണ്. ഗോതമ്പ് എന്ന് പറഞ്ഞ വിളയാണ്. പിന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കൂടലു അല്ലെ, കൂടലു എന്താണ്, തോട്ടത്തിൽ കൂടുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. കാസർഗോഡാണ് ഏറ്റവും വടക്ക്. നെക്സ്റ്റ് കിഴങ്ങ് വിള എന്ന് പറയുമ്പോൾ കിഴങ്ങൊക്കെ നമ്മൾ എന്താണ്, മണ്ണെന്നാണ് കുഴിച്ചെടുക്കുക അല്ലെ. അപ്പൊ മണ്ണ് വരുമ്പോൾ ഏറ്റവും താഴെ ഭാഗം തിരുവനന്തപുരത്താണ്. ശ്രീകാര്യം, കാര്യമായിട്ട് അല്ലെ, ഒരുപാട് പൊട്ടാതെ കാര്യമായിട്ടായിരിക്കും നമ്മൾ ഈ കിഴങ്ങൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഭയങ്കര കാര്യമായിട്ട് ശ്രീകാര്യം. ഓക്കെ, കാർഷികം ഇന്ത്യ എന്നുള്ള ഭാഗത്ത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇമ്പോർട്ടന്റ് ആണ്. 8ന്റെ പണി കിട്ടും പറഞ്ഞാൽ 1998. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR 1929. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും. പരാജയം 2 വട്ടം പരാജയപ്പെട്ട മോഹൻലാൽ അല്ലെ, ജവഹർലാൽ നെഹ്റു. എനിക്കൊരു കൾച്ചറേ അറിയൂ, എന്താണ്, പാട്ട് പാടാനേ അറിയൂ. ഓക്കെ, പാട്ട് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഡാർലിംഗ് ആണ്. എൻ്റെ ഡാർലിംഗും അതുപോലെ ആയിരുന്നു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ ആണ്. സ്വാമിനാഥൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷി മന്ത്രി എന്താണ്? സുബ്രഹ്മണ്യം. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി എന്നൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ രണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. സുബ്രഹ്മണ്യം കേന്ദ്ര കൃഷി മന്ത്രിയാണ്. സ്വാമിനാഥൻ പിതാവാണ് അല്ലെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നെക്സ്റ്റ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചെന്നൈയിലാണ്. സ്വാമിയുടെ കൂടെ എന്തും കൂടി ഉണ്ടാവും, റിസർച്ച് ഒക്കെ ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ഒരു നായക്കുട്ടി കൂടി ഉണ്ടാവുന്ന രീതിയിൽ ചെന്നൈ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. 2 ഗോതമ്പിനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്യാൺ സോണാലിക. ബുക്ക് പറഞ്ഞിട്ടുണ്ട്. MS സ്വാമിനാഥന്റെ ബുക്കാണ് എൻ എവർഗ്രീൻ റവല്യൂഷൻ, വീറ്റ് റവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.